നമസ്കാരം. എതിർപ്പുകളെ വകവയ്ക്കാതെ ദൂരദർശനിലെ കാവ്യവൽക്കരണ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. നേരത്തെ ലോഗോയുടെ നിറമാണ് കാവ്യാക്കിയതെങ്കിൽ ഇപ്പോൾ കാവ്യവൽക്കരണം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ദൂരദർശന്റെ നവീകരണത്തിന്റെ പേരിൽ RSS അജണ്ടകൾ ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കൂട്ടത്തോടെ ചാനലിലേക്ക് എത്തിക്കുകയാണ് BJP. വിവാദ മാധ്യമ പ്രവർത്തകൻ സുധീർ ചൗധരിയെയാണ് ഏറ്റവും ഒടുവിലായി ദൂരദർശനിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. 15 കോടി രൂപയുടെ വാർഷിക കരാറിലാണ് സുധീർ ചൗധരിയുടെ നിയമനം. വ്യാജവാർത്ത നിർമ്മിച്ചതിനും കൈക്കൂലി ആവശ്യപ്പെട്ടതിനും 2 തവണ ജയിലിൽ കിടന്ന ആളാണ് ഈ സുധീർ ചൗധരി. നിലവിൽ സുധീർ ആജ് തക് ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററാണ്. ആഴ്ചയിൽ 5 ദിവസം സംപ്രേഷണം ചെയ്യുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സ്ക്ലൂസീവ് ഷോ, അങ്ങനെ പ്രതിവർഷം 260 ഷോകൾ. ഇങ്ങനെയുള്ള ഷോയുടെ അവതാരകനായാണ് സുധീർ ചൗധരിയെ DD ന്യൂസ് നിയമിച്ചിരിക്കുന്നത്. ഈ ഷോ പ്രൊഡ്യൂസ് ചെയ്യുക സുധീർ കൂടി പങ്കാളിയായ എസ്പ്രിറ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. ഇതിനെല്ലാം കൂടി പ്രതിവർഷം 15 കോടി രൂപയും GSTയും നൽകും. മാത്രമല്ല, ഈ കരാർ തുക എല്ലാ വർഷവും 10% നിരക്കിൽ വർധനവിന് വിധേയമായിരിക്കുമെന്നും DD ന്യൂസിന് വേണ്ടി പ്രസാർ ഭാരതി അംഗീകരിച്ച കരാറിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ നികുതി കൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമമാണ് ദൂരദർശൻ. ദൂരദർശന്റെ കാര്യങ്ങൾ നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള പ്രത്യേക മാധ്യമ സംഘമാണ്. അവിടെയാണ് സുധീർ ചൗധരിയെ പോലുള്ള മാധ്യമ പ്രവർത്തകനെയും അയാളുടെ സ്ഥാപനത്തെയും വലിയൊരു തുക ചെലവാക്കി നിയമിച്ചിരിക്കുന്നത്. യാതൊരു ടെൻഡറും വിളിക്കാതെയും സാമ്പത്തിക വിഭാഗത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ചുമാണ് സുധീറിന്റെ കരാർ നിയമനം എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ അധിക ബാധ്യത വരുത്തി വയ്ക്കുന്നതാണ് കരാർ എന്നാണ് സാമ്പത്തിക വിഭാഗം മുന്നറിയിപ്പ് നൽകിയത്. സുധീർ ചൗധരിയുമായി മാത്രമാണ് ദൂരദർശന്റെ അപ്പർ ബോഡിയായ പ്രസാർ ഭാരതി ചർച്ച നടത്തിയത്. മറ്റൊരു മാധ്യമ പ്രവർത്തകനെ പരിഗണിച്ചു പോലുമില്ല. മാത്രമല്ല, പരിപാടിയുടെ റിസർച്ചിനും പ്രൊഡക്ഷനുമായി ദൂരദർശൻ സ്റ്റുഡിയോ വിട്ടു നൽകുകയും ചെയ്യും. ഷോയ്ക്ക് വേണ്ടി സ്റ്റുഡിയോ നവീകരിക്കാൻ ഏകദേശം 9.5 ലക്ഷം രൂപ വേറെയും അനുവദിച്ചിട്ടുണ്ട്. അതായത് ഈ പരിപാടിക്ക് വേണ്ടി യാതൊരു ഭൗതിക സാഹചര്യവും സുധീർ ചൗധരിയും അദ്ദേഹത്തിന്റെ സ്ഥാപനമായ എസ്പ്രിറ്റ് പ്രൊഡക്ഷൻസും ഒരുക്കേണ്ടി വരില്ലെന്ന് സാരം. എല്ലാം പൊതുമാധ്യമമായ ദൂരദർശന്റെ ചെലവിൽ നടക്കും. മറ്റൊരു കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് സുധീറിന്റെ സ്ഥാപനം എന്ന് പറയുന്ന എസ്പ്രിറ്റ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. ആ സ്ഥാപനത്തെക്കുറിച്ച് പൊതുരേഖകളോ വിശദാംശങ്ങളോ ലഭ്യമല്ല. ദില്ലിയിലെ വസന്ത് കുഞ്ച് ആസ്ഥാനമായി കഴിഞ്ഞ വർഷം മാത്രം നിലവിൽ വന്ന സ്ഥാപനമെന്നും സുധീർ ചൗധരിയും രത്തൻലാൽ എന്നയാളും ഡയറക്ടർമാരാണെന്നും മാത്രമാണ് വിവരമുള്ളത്. മെയ് മാസം മുതൽ സുധീറിന്റെ പരിപാടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. RSS അനുകൂല മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം ആരാണ് സുധീർ ചൗധരി എന്നതുകൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. അയാൾ എന്തിനാണ് 2 തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചതെന്നും വ്യക്തമായി മനസ്സിലാക്കണം. മാധ്യമ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനോ മറ്റോ അല്ല സുധീർ ജയിലിലായതും എന്ന കാര്യം കൂടി പൊതുജനം അറിയേണ്ടതുണ്ട്. 2008 ജയിലിലായത് വ്യാജ വാർത്ത നിർമ്മിച്ചതിനായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികളെ ഒരു സ്കൂൾ അധ്യാപിക വേശ്യാവൃത്തിക്ക് നിയോഗിച്ചുവെന്ന പേരിലായിരുന്നു ആ വാർത്ത. സുധീർ ജയിലിലായതോടെ ഇയാൾ എഡിറ്ററായിരുന്ന ലൈവ് ഇന്ത്യ എന്ന ചാനലിന് താൽക്കാലിക നിരോധനം വന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ സുധീർ C ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. 2012 ജിൻഡാൽ ഗ്രൂപ്പിൽ നിന്ന് 100 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ വീണ്ടും ജയിലിലായി. കൽക്കരി തട്ടിപ്പ് കേസിൽ ജിൻഡാൽ ഗ്രൂപ്പിന്റെ പങ്ക് മറച്ചുവെക്കാനായിരുന്നു C ബിസിനസ് എഡിറ്റർ സമീർ അലുവാലിയയും സുധീർ ചൗധരിയും അറസ്റ്റിലായത്. ജയിൽ ശിക്ഷയും അനുഭവിച്ചു രണ്ടുപേരും. ഇതോടെ C ഗ്രൂപ്പിൽ നിന്ന് പുറത്തായ സുധീർ നേരെ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൽ ചേർന്നു. അവിടെ 2 വർഷമായി ജോലി ചെയ്തു വരികയാണ്. മോദിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് സുധീർ ചൗധരി. നിരവധി തവണ സുധീറിന് മോദി അഭിമുഖം നൽകിയിട്ടുണ്ട്. അപ്പോഴെല്ലാം മോദിക്ക് ദോഷകരമല്ലാത്തതും മോദിയെ പ്രകീർത്തിക്കുന്നതുമായ ചോദ്യങ്ങൾ മാത്രമാണ് സുധീർ ചോദിച്ചിട്ടുള്ളത്. അഴിമതിക്കെതിരെ നിരന്തരം പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി തന്നെയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതിനും വ്യാജവാർത്ത നിർമ്മിച്ചതിനും ജയിലിൽ കിടന്നയാൾക്ക് അഭിമുഖം നൽകിയത് എന്നതാണ് അതിലെ വിരോധാഭാസം. അങ്ങനെ ഒരാളെ തന്നെയാണ് പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ദേശീയ ചാനലിലേക്ക് വലിയ തുക കൊടുത്ത് ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്നതും. ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും BJP അനുകൂല വാദങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ആളാണ് സുധീർ. പച്ചയ്ക്ക് പറഞ്ഞാൽ സ്വജനപക്ഷപാതവും രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ് സുധീറിന്റെ നിയമനത്തോടെ മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്നാൽ സുധീർ ചൗധരി വരുന്നതോടെ ഇപ്പോൾ തകർന്നു നിൽക്കുന്ന ദൂരദർശനിലേക്ക് കൂടുതൽ പ്രേക്ഷകരെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രസാർ ഭാരതി അധികൃതരുടെ ന്യായീകരണം. മാധ്യമ മാർക്കറ്റ് നന്നായി അറിയാവുന്ന ആളാണ് സുധീർ എന്നും സോഷ്യൽ മീഡിയകളിലെ അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യം
ദേശീയ മാധ്യമത്തിന് ഗുണം ചെയ്യുമെന്നുമൊക്കെയാണ് പ്രസാർ ഭാരതിയുടെ വാദങ്ങൾ. സത്യത്തിൽ സുധീറിന്റെ നിയോഗത്തിൽ ലാഭം സുധീറിനും BJPക്കും മാത്രമാണ്. പൊതുജനത്തിന്റെ സമ്പത്ത് കളങ്കിതനായ ഒരു വ്യക്തിക്ക് നിർലോഭം നൽകുന്ന പ്രവൃത്തിയാണിത്. ഈ നിയമത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കട്ടെ.